നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ മിനി ബസ് വാഹന ഷോറൂമിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞു. 17 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് പുളിഞ്ചുവിട് കവലയിൽ ഞായറാഴ്ച രാത്രി 8:30 തിരുവനന്തപുരം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി. കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേഴക്കാപ്പള്ളി യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ഡീൻ കുര്യാക്കോസ് MPയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയും ചേർന്ന് തറക്കല്ലിട്ടു. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ 1000 ഡയാലിസിസുകൾ പൂർത്തീകരിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ കനിവ് ഏരിയ സെന്ററിൽ നടന്ന ക്യാമ്പ് AP വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ മിനി ബസ് വാഹന ഷോറൂമിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞ അപകടം. പുളിഞ്ചുവിട് കവലയിൽ ഞായറാഴ്ച രാത്രി 8:30 ഉണ്ടായ അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ 17 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് വാഹന ഷോറൂമിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞ അപകടം. MC റോഡിൽ പുളിഞ്ചോട് കവലയിൽ ഞായറാഴ്ച രാത്രി 8:30 ഉണ്ടായ അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ 17 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുളിഞ്ചോട് കവല മീൻ മാർക്കറ്റിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ ഇടിച്ച ശേഷം റോഡരികിലെ വാഹന ഷോറൂമിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാരെ ഓടിക്കൂടിയ നാട്ടുകാരും മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സംഘവും പോലീസും ചേർന്ന് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. മൂവാറ്റുപുഴ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. ശനിയാഴ്ച വൈകിട്ട് 4:30 പൈപ്പ് പൊട്ടി വെള്ളം പാഴായത്. തുടർന്ന് തിങ്കളാഴ്ച രാവിലെയാണ് വാട്ടർ അതോറിറ്റി അധികൃതർ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കിഴക്കേക്കര ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി 8 അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നതും കുടിവെള്ളം പാഴാകുന്നതും പതിവായിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കാരുണ്യസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ഡീൻ കുര്യാക്കോസ് MPയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയും ചേർന്ന് തറക്കല്ലിട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേഴിക്കാപ്പള്ളി യൂണിറ്റ് കാരുണ്യസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷെരീഫ വാടിക്കനാക്കുടിക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ഡീൻ കുര്യാക്കോസ് MPയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയും ചേർന്ന് തറക്കല്ലിട്ടു. യൂണിറ്റ് പ്രസിഡന്റ് PA കബീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ്, വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്കിയത്ത്, ജില്ലാ സെക്രട്ടറി ജിജി ഏളൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ റംല കബീർ, സീന അലി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി PC മത്തായി, ട്രഷറർ MA നാസർ, വൈസ് പ്രസിഡന്റുമാരായ KE ഷാജി, PM നവാസ്, ഇല്യാസ് CK, നൌഷീർ KA തുടങ്ങിയവർ പ്രസംഗിച്ചു. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിൽ 1000 ഡയാലിസിസുകൾ പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിൽ 1000 ഡയാലിസിസുകൾ പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി 1000 വർണ്ണങ്ങൾ എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വാഴക്കുളം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന കുടുംബസംഗമം കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ ഈ കേരളത്തിലുള്ളപ്പോൾ അതിന്റെ ഏതാണ്ട് 80% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന
കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവയല്ല ഈ ഒരു ഡയാലിസിസിലേക്ക് കൊണ്ടെത്തിക്കുന്ന രോഗാവസ്ഥയിലേക്ക് ആളുകളെ തള്ളിവിടുന്ന ഒരു കാലഘട്ടമാണ്. തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലും ഡയാലിസിസ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പരിമിതമായ ആളുകളെ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ഒരു നെഫ്രോളജിസ്റ്റിന്റെ അഭാവം ഇപ്പോഴും കഴിഞ്ഞ 5 വർഷമായിട്ട് കഴിഞ്ഞ സർക്കാരിനോട് നാല് ആവശ്യപ്പെട്ടിട്ട് ഒരു നെഫ്രോളജിസ്റ്റ് ഇതുവരെ അവിടെ നിയമിക്കാൻ സാധിക്കും. 64,000 ഡയാലിസിസുകളാണ് സർക്കാർ മേൽനോട്ടത്തിലുള്ള ആശുപത്രികളിലും മറ്റ് സൗകര്യങ്ങളും ഒക്കെയായി ആളുകൾ 64,000 ഡയാലിസിസ് നടക്കുന്നുള്ളൂ എന്ന ഒരു കണക്ക് നിലനിൽക്കുമ്പോൾ വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ് എന്ന ഈ ഒരു കൂട്ടായ്മ നമ്മുടെ സെന്റ് ജോർജ് ആശുപത്രിയുമായി സഹകരിച്ച് കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് 1000 ഡയാലിസിസ് പൂർത്തിയാക്കി. ആ ഒരു ലാൻഡ്മാർക്ക് നാടിക കല്ലിന്റെ ആഘോഷം എന്ന് പറയുകയല്ല, ആ ഒരു സന്ദേശം ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു നൂറുകണക്കിന് കിഡ്നി രോഗികൾക്ക് ആശ്വാസമാകുന്ന വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച 6 മാസം പിന്നിട്ടപ്പോഴേക്കും 1000 ഡയാലിസിസുകൾ പൂർത്തീകരിച്ചു. വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ് ചെയർമാൻ സിജോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ സൗജന്യ നിരക്കിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയോ നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. രാജാവിൻ്റെ കാലഘട്ടം മുതൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ ബോധ്യമുള്ള ഒരു സമൂഹമായിട്ടാണ് കേരളം വളർന്നത്. മാത്യു കുഴൽനാടൻ MLA ആമുഖ പ്രഭാഷണവും നിങ്ങൾ 1000 ഡയാലിസിസ് പൂർത്തിയാക്കിയെന്ന് പറയുന്നത് പലപ്പോഴും ഡയാലിസിസ് രോഗികളിൽ പ്രയാസം ബുദ്ധിമുട്ടും ഞാൻ നേരിട്ട് കണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ കൊച്ചു സഹായങ്ങൾ അത് എന്തുമാത്രം സ്നേഹവും കടപ്പാടും കരുതലും ഒക്കെ കാണിക്കുന്നു എന്നത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ ചുറ്റും ധാരാളം ആളുകൾ ഇന്ന് ഈ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. പലപ്പോഴും അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെടുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു ഡയാലിസിസ് എന്ന ഫെസിലിറ്റി ഉണ്ടായിരിക്കും, അത് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ലാതെ വരികയും ഏറ്റവും പ്രയാസകരമായ ഒരു സ്ഥിതി. സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കാടമൽ മൊണാസ്ട്രി ഫാദർ ജോസ് തുറവയ്ക്കൽ, വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട തുടങ്ങിയവർ പ്രസംഗിച്ചു. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുറുപ്പുമടം, മഞ്ഞളോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ജെയിംസ്, കല്ലോടുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ്, മഞ്ഞളൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ കളമ്പുകാട്ട്, ഡോക്ടർ മാത്യൂസ് നമ്പേലി, ഡോക്ടർ സോണി ജെയിംസ്, സാജു ടി ജോസ്, ജോസ് അഗസ്റ്റിൻ, തോമസ് വർഗീസ്, ജിജി മാത്യു തുടങ്ങി പൊതുപ്രവർത്തന രംഗത്തുള്ള വിവിധ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. AP വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ PR മുരളീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ കനിവ് ഏരിയ സെന്ററിൽ നടന്ന ക്യാമ്പ് AP വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നേതൃത്വത്തിൽ 24ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പി സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി കേന്ദ്രങ്ങളിൽ വീടുകളിലെത്തിച്ചേർന്ന് രോഗികളെ പരിശോധിക്കുകയും ശുശ്രൂഷയും ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട്. മൂവാറ്റുപുഴ ഏരിയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 4ാം വർഷത്തിൽ കിടക്കി. അതിൻ്റെ ഭാഗമായാണ്
ഇന്ന് ഇത്തരത്തിൽ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രക്തദാനത്തിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതോടൊപ്പം തന്നെ IMAയുടെ സഹായത്തോടുകൂടി സഹകരണത്തോടുകൂടി ആവശ്യമായ രോഗികൾക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നത്. കനിവ് ജില്ലാ സെക്രട്ടറി MP ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി. കനിവ് ജില്ലാ ഡയറക്ടർ ഖദീജ മൊയ്തീൻ, രക്ഷാധികാരി അഡ്വക്കേറ്റ് അനീഷ് M. മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കനിവ് മൂവാറ്റുപുഴ ചെയർമാൻ MA സക്കീർ, സെക്രട്ടറി KK സുമേഷ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ MR പ്രഭാകരൻ, AE സക്കീർ, എബി പോൾ, KK ബോസ്, മറിയം BV നാസർ, KK ചന്ദ്രൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രക്തദാനം നടത്തിയവർക്ക് IMAയുടെ സർട്ടിഫിക്കറ്റും അനുമോദനവും നൽകി. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. SNDP യോഗം ആനിക്കാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും C. കേശവൻ അനുസ്മരണവും നടത്തി. ആനിക്കാട് ഷിനോ പാറക്കലിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് MN പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി VS സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഓമനക്കുട്ടൻ പാറപ്പുറത്ത്, ചന്ദ്രൻ പാറപ്പുറത്ത്, പ്രസാദ് മുണ്ടുകുന്നേൽ, സാബു വട്ടത്തട്ടയിൽ, ഷിനോ പാറയ്ക്കൽ, സുനിത ബൽരാജ് എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.